പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കിണ്ണത്തപ്പം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി കുതിർത്തെടുത്തതാണ്. ഞാനിത് കുതിർത്തിയിട്ട് ഇപ്പോൾ ഒരു 5 മണിക്കൂറായി കാണും. പിന്നെ കുറച്ച് സമയം കുതിർത്താലും മതി, 2-3 മണിക്കൂർ കുതിർത്തിയാൽ തന്നെ കുതിർന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനൊരു 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചുള്ള മധുരത്തിന് പഞ്ചസാര എടുക്കാം, കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 3 ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.25 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ജസ്റ്റ് ഇതിന് വേണ്ടി കുറച്ച് ഉപ്പും. നമ്മൾക്കിനി ഈ അരി അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഏലക്കായും ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ഒരു ഉപ്പ്, ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഫുൾ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാനിത് അരച്ചിട്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഫുൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എനിക്കിതിലേക്ക് ഇപ്പോൾ 1.25 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടി വന്നത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾക്കിത് സ്റ്റീം ചെയ്തെടുക്കുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റ്. അപ്പോൾ എണ്ണ തടവി കൊടുക്കാം. ഏതെണ്ണയായാലും കുഴപ്പമില്ല, നെയ്യായാലും നല്ലത്. നന്നായി തടവി പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിന് മൊത്തം ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. മാവ് അരച്ച ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമാണ് അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത്. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ വെള്ളം ചൂടാവണം. കുറച്ച് ചൂടായ ശേഷമാണ് നമുക്കിത് ഇതിലേക്ക് എടുത്തു വെക്കേണ്ടത്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാണ് എൻ്റെ സ്റ്റീമറിൻ്റെ പാത്രം. ഇതിലേക്ക് ഇതിങ്ങനെ ഇറക്കി വെക്കാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ സ്റ്റാൻഡ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്താലും മതി. അപ്പം എൻ്റെ കയ്യിൽ ഇതുണ്ട്, അതുകൊണ്ട് ഞാനിത് വെക്കുന്നത്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് വെക്കുന്നത് വെച്ചാൽ എനിക്കിത് വേഗത്തിൽ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പം വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി ഇതൊരു 10-12 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. വേവാൻ ഒരു 10-12 മിനിറ്റ് എടുക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് തുറന്ന് നോക്കാം എന്തായെന്ന്. നമുക്കിത് വെന്തിട്ടുണ്ടോന്നൊന്ന് ജസ്റ്റ് ഒരു വെച്ച് നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റിക്കിൽ ഇതിൻ്റെ മാവ് പിടിക്കാതിരുന്നാൽ ഇത് വേവ് കറക്റ്റായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്കിത് തണുത്ത ശേഷം മുറിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്, സിമ്പിളാണ്. നമ്മളെ ദോശേൻ്റെ മാവ്, ദോശക്കരക്കുന്ന നൈസ് ദോശയില്ലേ, അതിൻ്റെ മാവ് സെയിം ആണ്. അതിൻ്റെ കൂടെ ഏലക്കായും പഞ്ചസാരയും ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം മാവ് ബാക്കി വന്നാലെല്ലാം ഇങ്ങനെ ആക്കി എടുക്കാം. നമുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കി
എടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. വൈകുന്നേരത്തെല്ലാം ചുമ്മാ ഉണ്ടാക്കാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കിണ്ണത്തപ്പം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.